ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതൊരു ഫാമിംഗ് വീഡിയോ ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വാച്ച് ചെയ്യുക. അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഗാർഡൻ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള ഈസി സ്റ്റെപ്പാണ് ഇതിൽ കാണിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 ആണ് ഗ്രൗണ്ട് ക്ലിയർ. ഇപ്പോൾ ഞാൻ ഇവിടെ വെജിറ്റബിൾസ് നടാനുള്ള സ്പേസിലുള്ള പുല്ലും ചവറെല്ലാം പുറത്തോട്ട് ഇങ്ങനെ വലിച്ചു കൂട്ടുകയാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ സ്പേസ് തിരഞ്ഞെടുക്കുമ്പോഴും ഗ്രൗണ്ട് ക്ലിയറിങ് മസ്റ്റ് ആയിരിക്കണം. കാരണം ഗ്രൗണ്ട് ക്ലിയറിങ് കറക്റ്റായാൽ മാത്രമേ നമ്മൾ ബാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അറേഞ്ച്ഡ് ആയിട്ട് വെജിറ്റബിൾ ഗാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പേസ് തന്നെ മതിയാവും. പക്ഷേ അതിൽ കൂടുതൽ എമൗണ്ടിൽ നമുക്ക് വെജിറ്റബിൾസ് ഫാമിങ് ചെയ്യാൻ പറ്റും. പിന്നെ പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം കുറച്ച് മതിയാവും. കാരണം നമ്മളിതെല്ലാം മിക്സിംഗ് ആയിട്ടാണ് നടാൻ പോണത്. സോയിലൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ കൃഷി ചെയ്യണ ഒത്തിരി മെത്തേഡുകളുണ്ട്, ഹൈഡ്രോപോണിക്സ് അതുപോലെയൊക്കെ. ഞാൻ സോയിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നല്ലപോലെ. കാരണം അതൊരു മാജിക്കൽ എലമെൻ്റാണ്. അത് ക്രിയേറ്റർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സോയിൽ. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വെജിറ്റബിൾ ഫാമിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നിയാൽ അത് പാറപ്പുറത്തായിരുന്നാലും ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% സക്സസ് കിട്ടും. അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നടക്കും, എവിടെയും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ വെജിറ്റബിൾ ഫാമിംഗ് എന്നൊക്കെ പറയുന്നത് വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമേ അല്ല. സ്റ്റെപ്പ് നമ്പർ 2 സൺലൈറ്റ്. മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന സ്പേസ് വേണം നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രീസ് ഒന്നും ഇല്ലാത്ത സ്പേസ് എടുത്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. കാരണം വെജിറ്റബിൾസിന് നല്ല എമൗണ്ടിൽ സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ നിറയെ സൺലൈറ്റ് കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഈൽഡ് കൂടുതലായിരിക്കും. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തോന്നും ഞാൻ എന്തുകൊണ്ട് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഗാർഡൻ്റെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യണം, ഫിറ്റ്നസ് മാത്രം ഫോക്കസ് ചെയ്തുവിടായിരുന്നോ എന്നൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല ഫുഡും കഴിച്ചാൽ മാത്രമേ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ ഒരു ഹ്യൂമൻ കഴിക്കുന്നതിനേക്കാൾ എമൗണ്ടിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ജിമ്മിൽ പോകണ ഫിറ്റ്നസ് കീപ്പ് ചെയ്യണ ഒരാൾ കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാനാണെങ്കിൽ കൂടുതൽ എമൗണ്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒറിജിനലായിരിക്കും, അത് പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞ സാധനമായിരിക്കും എന്നറിയാം. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളും ദോഷം ഉണ്ടാക്കും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. പക്ഷേ ഞാനതിൽ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഞാനായിട്ട് എൻ്റെ ഓരോ ഡ്രീം ഞാനായിട്ട് ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. സ്റ്റെപ്പ് നമ്പർ 3 ബൗണ്ടറീസ് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാനും ഇവിടെ ബൗണ്ടറീസൊക്കെ അത്യാവശ്യം വീട്ടിലുള്ള സ്റ്റോണൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു ഔട്ട്ലെറ്റിലാണ് കയറണം. ഞാൻ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മാസങ്ങളായി. പക്ഷേ അതിനെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ ടൈം എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ഓരോന്നായിട്ട് അതിനെ ക്ലിയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ വോയിസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ മൈക്കില്ലാതെയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. ഗ്രൗണ്ട് ക്ലിയറിങ് കഴിഞ്ഞതിന് ശേഷം ക്രീപ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ചെയ്ത് സാധാ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ. അപ്പോൾ ഇത് ക്രീപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രാവക്കൂട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള വേസ്റ്റ് എല്ലാം ഇതിനകത്ത് കൊണ്ടിട്ട് അപ്പോൾ നാച്ചുറലി ഉള്ള എന്ത് ഫെർട്ടിലൈസറും എന്ത് സാധനവും നമുക്ക് വെജിറ്റബിൾ ഗാർഡനിൽ യൂസ് ചെയ്യാം. നിങ്ങളെ വീട്ടിൽ എളുപ്പത്തിൽ എന്ത് കിട്ടുമോ അതിനെ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുക. ഇതിപ്പോൾ ചാണകപ്പൊടി ഉപയോഗിക്കാം, കോഴിക്കാരം ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് പ്രാവക്കൂട്ടിലുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം ഈ സോയിലിന്. ഈ ബോക്സിലുള്ളത് ഒരു ചെറിയ സ്പേസാണ്. എന്നാൽ പോലും നമുക്കൊരു 10 ടൈപ്പ് ക്രീപ്പേഴ്സിനെ ഇതിനകത്ത് വളർത്താൻ പറ്റും. ഈ ഗ്രൗണ്ട് ക്ലിയറിങ് ചെയ്ത സ്പേസിൽ ഞാൻ ഫുള്ളായിട്ട് ചാണകം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മഴ പെയ്തിട്ട് ഞാൻ കുറച്ച് ദിവസം വർക്ക് നിർത്തി വെച്ചതിന് ശേഷമാണ് വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയിടുകയാണ്. ഒരു വയലിലുള്ള മെത്തേഡിലാണ് ഞാൻ ഇത്രയും സോയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താലുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിനകത്ത് നല്ലപോലെ എയർ കയറാനുള്ള സ്പേസ് കിട്ടും, നല്ലപോലെ വാട്ടർ അബ്സോർബ് ആവും. അപ്പോൾ പ്ലാന്റ്സിനാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു ലെവൽ 1 വീഡിയോ ആണ്. ഞാൻ എന്തായിരുന്നാലും ഇത് ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് തന്നെ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ സ്പേസ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഫുള്ളി ഇളക്കിയിട്ട മണ്ണിനെ ഞാൻ വീണ്ടും അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള ഒരു പാത്ത് വേ കറക്റ്റായിട്ട് കിട്ടും. പ്ലാന്റ്സിനെ നല്ല അറേഞ്ച് ചെയ്ത് ഷേപ്പിൽ നടാൻ പറ്റും. ഈ വെജ് ഗാർഡനിൽ തന്നെ ഒരു സിറ്റിംഗ് പ്ലേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റിൻ്റെ അപ്ഗ്രേഡിംഗ് ആണ്. അപ്പോൾ ആ വീഡിയോ ഉടനെ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ബൈ ബൈ. ഇത് നമ്മളെ വെജിറ്റബിൾ ഗാർഡനിൽ കാഴ്ചിട്ടുള്ള ടൊമാറ്റോയാണ്. അപ്പോൾ ഇതിലൊന്നും ഒരു പെസ്റ്റിസൈഡോ ഫെർട്ടിലൈസറോ യൂസ് ചെയ്ത്